എൻ്റെ പേര് ജോസ് തോമസ്. എൻ്റെ വീട് പാലയ്ക്കടുത്ത് പയ്യയാണ്. ഇതെൻ്റെ വൈഫ് പ്രിൻസി. കാഞ്ഞിരപ്പള്ളി കേട്ടകർക്ക് ഭാഗമാണ്. കേട്ടകർക്ക് എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്ക് ഒരു കേട്ടവരെയും കാണും. അവർ പ്രധാനപ്പെട്ട ഈ ബിസിനസിൻ്റെ അനുഭവങ്ങളാണ്. ഞങ്ങളുടെ വിവാഹം നടന്നത് 2007 സെപ്റ്റംബർ 2-ാം തീയതിയാണ്. അതിനുശേഷം ഞങ്ങൾ ആ വിവാഹം കഴിയുന്ന സമയത്ത് ഇവിടെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായിരുന്നു. ചേച്ചിക്ക് കുട്ടികളിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങളൊരു തീരുമാനമെടുത്തു, നമുക്കും കഴിയുമ്പോൾ കുട്ടികൾ വേണ്ട, കാരണം ചേച്ചിയെ ഓവർടേക്ക് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആദ്യം ചേച്ചിക്ക് ഒരു അനുഗ്രഹം എടുക്കട്ടെ, അതിനുശേഷം നമുക്ക് ആലോചിക്കാം. അങ്ങനെ ഒരു തീരുമാനത്തിൽ ഞങ്ങളെത്തി. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ ഞങ്ങളുടെ 2 കുടുംബങ്ങളോടും ഇവിടെ ജനിച്ചോടും ഇവരോടും പിറ്റേ വർഷം 2008 ഇവിടെ വന്നൊരു ധ്യാനം കൂടാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ 10 ദിവസം ഇവിടെ വന്ന് താമസിച്ച് മാതാപിതാക്കളുടെ കൂടെ പ്രാർത്ഥിച്ചു. അത് ഒക്ടോബറിലായിരുന്നു. അങ്ങനെ 2 മാസത്തിന് ശേഷം ഡിസംബറിൽ ചേച്ചിക്ക് പ്രഗ്നൻ്റാണ് എന്നുള്ള സന്തോഷമായ വാർത്ത വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആലോചിച്ച് ഇനിയിപ്പോൾ നമ്മുടെ എങ്ങനെയാണല്ലോ നോക്കാം. പക്ഷേ കുറേ നാൾ കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് മാത്രം ഒരു മംഗളവാർത്ത എന്ന് വരുന്നില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് ട്രീറ്റ്മെൻറ്റ് എന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിച്ചു. ട്രീറ്റ്മെൻറ്റ് പോയി ഞാൻ കഴിയുമ്പോഴത്തേക്കും ഡീറ്റെയിൽസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കൗണ്ടിൻ്റെ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതിനുള്ള മെഡിസിൻസ് എടുത്തു. അങ്ങനെ അത് നോർമലായി. എന്നിട്ടും വ്യത്യാസമൊന്നും കാണില്ല. അപ്പോൾ ഈ പ്രശ്നം ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ വന്ന് 13 ബുധനാഴ്ച ആരാധനയിൽ പ്രാർത്ഥനയിൽ മുകളിലോന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വന്നു. പക്ഷേ പൂർത്തിയാക്കാൻ സാധിച്ചില്ല. 5-6 കഴിയുമ്പോഴത്തേക്കും ഇവിടെ നിർത്തി. ഞങ്ങൾ വീണ്ടും ട്രീറ്റ്മെൻറ്റ് എന്നുള്ള വഴിയിലേക്ക് തന്നെ പോയി. അപ്പം ഇവർക്ക് പീരിയഡ്സിൻ്റെ ഒരു ഇറഗുലർ ടൈമിങ്ങും പിന്നെ സീവിയറായിട്ടുള്ള പെയിനും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതെന്തുകൊണ്ട് എന്നുള്ള അങ്ങനെ അന്വേഷണമായി. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ 4 തവണ ഇൻട്രായൂറിൻ ഇൻസുലിൻ IUI എന്ന ട്രീറ്റ്മെൻറ്റ് എടുത്തു. എന്നിട്ടും വ്യത്യാസമൊന്നും കണ്ടില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു ലാപ്രോസ്കോപ്പ് സർജറി ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിലോക്കിൻ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ട്. അതാണ് പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത്. അപ്പോൾ അതിനൊരു സർജറി ഒരു ഓപ്ഷൻ അല്ല. അങ്ങനെ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഉണ്ടാകത്തില്ല. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. 1 ട്യൂബ് ഓപ്പണാണ്, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. 3-4 മാസം ഞങ്ങൾ നോക്കി, നമുക്ക് വ്യത്യാസമൊന്നും കണ്ടില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഇവിടെ പ്രാർത്ഥിക്കാൻ ഇപ്പോൾ നമുക്ക് ഈ പ്രശ്നം അച്ഛനെടുത്ത് വന്നു. അപ്പോൾ ഈ IUI ചെയ്തിട്ടും സക്സസ് ആകാത്തതുകൊണ്ട് ഡോക്ടർ ഇങ്ങനെ ട്യൂബുലർ ബ്ലോക്ക് ഉള്ളതുകൊണ്ട് IVF എന്നുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് നോക്കാം. അപ്പോൾ IVF എന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി. അതൊരു ആർട്ടിഫിഷ്യലായിട്ടുള്ള മെത്തേഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു താല്പര്യം തോന്നില്ല. ഞങ്ങൾ ഈ ബിസിനസ്സിൽ ഒന്ന് പറഞ്ഞു, പ്രാർത്ഥിച്ചു. അച്ഛൻ പറഞ്ഞു നിങ്ങൾ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും വരുന്നുണ്ട്. എവിടെയെങ്കിലും പോയി ഒരു ധ്യാനം കൂടിയതിന് ശേഷം 13 ബുധനാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മുരിങ്ങൂർ പോയി അവിടെ ഒരാഴ്ചത്തെ ധ്യാനം കൂടി. അതിനുശേഷം ഇവിടെ വന്ന് ബുധനാഴ്ചകളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇത്തവണ 13 ഇയറുമായിട്ട് പൂർത്തിയാക്കി. അതിന് ഞങ്ങളതിൽ നിർത്തിയില്ല. പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. 17 ഞങ്ങൾ ഉണ്ടായതെന്ന് തോന്നുന്നു. പിന്നെ ആ സമയത്തേക്ക് ഇവിടെ നമുക്ക് ചെറിയൊരു സ്ട്രോക്ക് വരികയും പിന്നെ അതിൻ്റെ ഹോസ്പിറ്റലിൽ നിൽക്കാനായിട്ട് പോവുകയും ചെയ്തൊന്നും നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ആയിട്ട് അവരുടെ അസുഖത്തിൻ്റെ ആ സമയത്തും ഈ ബിസിനസ്സിൻ്റെ പ്രത്യേക പ്രാർത്ഥനയിലാണ് അതിന് ഒത്തിരി വ്യത്യാസം ഉണ്ടായതും ഇപ്പോൾ ഒരു കുഴപ്പമൊന്നുമില്ല തോന്നുന്നു. അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞ് ഏതായാലും മാർച്ച് മാസം ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ പീരിയഡ്സിൻ്റെ ഡേറ്റ് ഒത്തിരി മാറി പോയപ്പോഴത്തേക്കും ഞങ്ങൾ എൻ്റെ ഒരു സംശയത്തിൽ പേരിൽ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു. ഇവരുടെ ആയതുകൊണ്ട് അങ്ങനെ പലർക്കും വ്യത്യാസം വരുന്നതുകൊണ്ട് ഞങ്ങൾ ആദ്യം കാര്യമാക്കിയില്ല. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു പോസിറ്റീവാണ്, 2 മാസം രോഗമുണ്ട്. പിന്നെ ഇത്ര ഡിലേ ആയതുകൊണ്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് സ്കാൻ ചെയ്തതിന് ശേഷം പറഞ്ഞു എല്ലാം ഓക്കെയാണ്, യാതൊരു പ്രോബ്ലംസും ഇല്ല, ഹാർട്ട് ഉൾപ്പെടെ എല്ലാം നോർമലാണ്, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇതൊരു പ്രത്യേകമായ ഒരു അനുഗ്രഹം. അങ്കിളിൻ്റെയും ഇവിടെയുള്ള മധ്യസ്ഥ എൻ്റെ പേക്ഷിതരെ എല്ലാം ഒത്തിരി പ്രാർത്ഥന ഫലമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ
ഞങ്ങൾക്ക് ലഭിച്ചു. ആ പ്രഗ്നൻസി ടൈമിലാണെങ്കിലും ഇവർക്ക് ഇടയ്ക്ക് സ്പോർട്ടിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായി. അന്നേരം അച്ഛനെ വിളിച്ച് പ്രാർത്ഥിച്ചു. അച്ഛൻ മുന്നേ ഒന്നും കഴിക്കില്ല, ഒരു കുഴപ്പമില്ല. ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചും കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ആ പറഞ്ഞ ഡേറ്റിന് ഒരു 2 ആഴ്ച മുൻപ് ഞങ്ങൾ ചെക്കപ്പിന് പോയി കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു തിരിച്ചു പോകണ്ട, ഇവിടെ കിടന്നു, ഇത്രയും ഡിലേ ആയതല്ലേ, അഡ്മിറ്റ് ആയേക്കാന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ ഞങ്ങൾ അച്ഛനോട് വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു അന്ന് ഞങ്ങൾ വീട്ടിലേക്ക് വരാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു, ആ ഡേറ്റ് വരെ വെയിറ്റ് ചെയ്യേണ്ട, അതുവരെ പോവില്ല, അപ്പോൾ അതിന് മുന്നേ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ട് വരികയായിരുന്നു. അങ്ങനെ ഞങ്ങൾ അഡ്മിറ്റ് ആയി കഴിഞ്ഞിട്ട് പെയിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് നമുക്ക് കൊടുത്തു. പക്ഷേ പെയിനൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഞങ്ങൾക്ക് സർജറി ആയിരിക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു തിങ്കളാഴ്ച വീണ്ടും പെയിൻ ഉണ്ടാവണമെന്ന് ഒരിക്കലും കൊടുത്തു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് വിളിച്ചത് ഞങ്ങൾ പറഞ്ഞു മരുന്ന് കൊടുത്തോ, അതിൻ്റെ ആവശ്യമില്ലായിരുന്നല്ലോ, പക്ഷേ എൻ്റെ കണക്കനുസരിച്ച് നാളെയാണ് ഡേറ്റ്, നാളെ ഉണ്ടാകത്തുള്ളൂ, ഏതായാലും നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അന്നും പ്രത്യേകിച്ച് പെയിനൊന്നും ഉണ്ടായില്ല. അന്ന് വൈകുന്നേരം ഡോക്ടർ വന്നിട്ട് പറഞ്ഞു നാളെ സർജറി ഫിക്സ് ചെയ്തിരിക്കുകയാണ്, നാളെ രാവിലെ സർജറി ആണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് പറഞ്ഞത് തന്നെ കൃത്യം ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾക്ക് 11 മണിയായപ്പോഴത്തേക്ക് തോമസ് ജോസഫ്, ടോമി എന്ന സ്നേഹപൂർവ്വം വിളിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞിനെ കിട്ടി. വളരെ ആരോഗ്യമായി, യാതൊരു കുഴപ്പമില്ലാതെ വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ സന്തോഷവും നിന്നുകൊണ്ട് നടക്കുന്നത്. നവംബർ 21-ാം തീയതി മാമോദീസായും കഴിഞ്ഞു. ഒരു കുഴപ്പമില്ല, വളരെ സുഖമായിട്ടിരിക്കുന്നു. ദൈവത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഏതാവശ്യത്തിലും ഞങ്ങളുടെ ഒപ്പമുള്ള കുഴപ്പമുള്ള ഈ പ്രശ്നങ്ങളോടും അതുപോലെ തന്നെ ഇവിടെ പ്രേക്ഷകരോടും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന എല്ലാവരോടും ഞങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള നന്ദി പറയുന്നു. ദൈവത്തിന് 1000 നന്ദി നമ്മൾ സമർപ്പിക്കുന്നു.